സർപ്രൈസ് ഉണ്ട്. കണ്ണടക്കി കുഞ്ഞി എന്നാ പറക്കി വെക്കൊക്കെ ഇല്ലേ. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറയുന്നത് ഒരു 12:30 തൊട്ടുള്ള നമ്മുടെ ഒരു ഡെയിലി റുട്ടീനാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഓഫ് ഡേ ആണ്. പക്ഷെ നമ്മളിന്ന് പുറത്തേക്കൊന്നും പോയിട്ടില്ല. നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് നമ്മൾ കാണിച്ചു കൂട്ടി എന്നുള്ള ഒരു കുട്ടി വ്ളോഗാണ് കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് ഭയങ്കര എക്സ്പെക്റ്റേഷനോട് കൂടി ഒന്നും കാണാനൊന്നുമില്ല. സാധാരണ നമ്മൾ ഈ ചാനൽ ഓഫ് ഡേ നമ്മൾ പുറത്തേക്ക് പോകുക, അടുത്ത വിശേഷങ്ങളൊക്കെയാണ് കാണിക്കാറുള്ളത്. പക്ഷെ ഇന്ന് നമ്മൾ ഇവിടേക്കും പോയിട്ടില്ല, ഈ വീടിൻ്റെ അകത്ത്. അപ്പോൾ അങ്ങനത്തെ ഒരു കുട്ടി വ്ളോഗാണ്. നമ്മുടെ സാധാരണ ഒരു ദിവസം ഞങ്ങൾ എന്തൊക്കെയാണ് ചെയ്യണേ എന്നുള്ളത് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. ഇപ്പൊ ഗുഡ് ബോയ് ആണല്ലോ, കരച്ചിലൊന്നും ഇല്ലല്ലോ. അല്ല ഞങ്ങള് കരച്ചിലാ മാറ്. ഇനി പോവാം. നമ്മുടെ ചേച്ചിമാരുടെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഇങ്ങനെ കുറച്ച് ഫോട്ടോസ് ഒക്കെ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഞാൻ വെറുതെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ആൽബം വാങ്ങിച്ച് നമുക്കതിലിങ്ങനെ സെറ്റ് ചെയ്യാമെന്നുള്ളത്. അങ്ങനെ ഞാൻ നമ്മുടെ പണ്ടത്തെ രീതിയിലുള്ള ഇങ്ങനെ എന്താ പറയുക, ചുമ്മാ ഇങ്ങനെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കേസസ് ഒക്കെ നിന്ന് പറയുന്നതിനെ പണ്ടത്തെ മോഡൽ ആൽബം വാങ്ങിച്ചു. ഇതെന്ത് പറയാൻ എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ചേച്ചിമാ പറഞ്ഞേക്കുമ്പോൾ നമുക്കിത് സെറ്റ് ചെയ്യാം. അവന് ചെറിയൊരു സർപ്രൈസ് കൊടുക്കാം. ഒരു വയസ്സിന്റെ മൊത്തം നോക്ക്. ഇത് ഈ ഫോട്ടോ, ഇതിൽ കാണുന്ന ഈ ഫോട്ടോ ആണ് ചേച്ചി മോൻ ആദ്യമായിട്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോ അടിച്ചത്. നല്ല ഡ്രസ്സുണ്ട്. മുട്ട ജോഷ. ഹലോ, എങ്ങനെയുണ്ടായിരുന്നു സ്കൂളിലെ പരിപാടി? ഗുഡ് ബോയ് ആയിട്ടൊക്കെ ഇരുന്നാ? ഒരു സർപ്രൈസ് ഉണ്ട്. കണ്ണടക്കി. ടൈപ്പ് കാണണം. മര്യാദക്ക് കണ്ണടക്കടാ. ഭയങ്കര കൊറേ എക്സ്പെക്ട് ചെയ്യരുത്. കണ്ടാ കണ്ണടക്കടാ. ബാക്കിൽ നിന്നാണ് തുറക്കണേ, ഫ്രണ്ടിൽ നിന്ന് തുറക്ക്. അയ്യോ, ഞാൻ വെച്ചത് അബദ്ധായി പോയി. അയ്യോ, അതിനെ മറച്ചു വെക്കാം. എങ്ങനെയുണ്ട്? ഇഷ്ടായ? കൊച്ചിനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഇവൻ വരാറായല്ലോ, അപ്പൊ വേഗം ഞാനതുകൊണ്ട് ചെയ്തതുണ്ടായ സാരില്ല. എങ്ങനെയുണ്ട്? അവന്റെ ഫോട്ടോ കണ്ടപ്പോ, സ്കൂൾ ഫോട്ടോ കണ്ടപ്പോ കഴിഞ്ഞു. ഇത്രേ ഉള്ളു. കുഞ്ഞിയുടെ നമ്മൾ അങ്ങനത്തെ വലുതെടുത്തിട്ടില്ലല്ലോ. ഇനിയിപ്പോ സ്കൂളിൽ നിന്ന് കിട്ടുന്നതൊക്കെ വെക്കാം. അടിപൊളിയാണോ? ഇതാണ് ഇവിടുത്തെ കോലം. ഇതാരോ കുഞ്ഞിങ്ങനെയാക്കിയത്? ഇതൊക്കെ ആരെങ്ങനെ പറക്കിട്ടേന്ന്? ആരെ പറക്കിട്ടെ? കുഞ്ഞി എന്നാ പറക്കി വെക്കൊക്കെ ഇല്ലേ. ഇനി ബാഹുബലി കാണാണോ? ബാഹുബലിയാണോ കാണണേ? ബാഹുബലി. ഞാനിപ്പോ ചെയ്യുന്നത് റിട്ടേൺ ഗിഫ്റ്റ് സെറ്റ് ചെയ്യേണ്ടതാണ് കേട്ടോ. നമുക്ക് ബാപ്റ്റിസത്തിന്റെ ഒരു ഓർഡർ ഉണ്ടായിരുന്നു. എനിക്ക് കുറച്ച് മെയ് മാസത്തിൽ എങ്ങോട്ട് നമ്മളിട്ടൊരു ഷോർട്സില് നമ്മൾ എയർപോർട്ടിൽ പോയിട്ട് ബാപ്റ്റിസം സെറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് റിട്ടേൺ ഗിഫ്റ്റും കൂടെ ഉണ്ട്. അവർക്ക് ശരിക്കും ജൂലൈയിലാണ്, ജൂലൈ 13-ാം തീയതിയാണ്. അതെ, ജൂലൈ 13-ാം തീയതിയാണ് ബാപ്റ്റിസം.
അപ്പോൾ അതിന്റെ റിട്ടേൺ ഗിഫ്റ്റ് ഞാൻ ഇപ്പോൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞിട്ട് ഇനി 25 കൂടെ റെഡിയാക്കാണ്ട് ആ 25 കൂടെ റെഡിയാക്കിയതിന് ശേഷം നമുക്കിത് കൊറിയർ ചെയ്യാൻ പോകണം. അപ്പം അതൊക്കെയാണ് ഇനിയുള്ള ഒരു പരിപാടി എന്ന് പറയുന്നത്. അതല്ലാണ്ട് ഇപ്പം നമ്മൾ പ്രത്യേകിച്ച് ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ഒരു കൂൾ ഡേ ആണ് ഇന്ന് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് പുറത്തേക്ക് പോകലില്ല, അങ്ങനെ ഒന്നുമില്ല. ഒരു ഫ്രീ ഡേ അങ്ങനെ ഭയങ്കര ഫ്രീ ആയിട്ട് ദിവസം. പക്ഷെ ഇങ്ങനെ അല്ലാതെ ചിലർ പരിപാടി വരും. ഇതൊരു ഡെയിലി ടാസ്ക് ആയിട്ട് ഞാൻ കൂട്ടുന്ന കാര്യങ്ങളാണ്. എൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് എന്നും എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടോ, റിട്ടേൺ ഗിഫ്റ്റ് ആയിട്ടോ അതല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ എനിക്ക് ചെയ്യാനുണ്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഒരു ഡെയിലി റൂട്ടീനാണ്. സോ നമ്മൾ ഒരു ഭാരിച്ച പണിയായിട്ട് നമ്മളിതിനൊന്നും കൺസിഡർ ചെയ്തിട്ടില്ല. ചുമ്മാ ഈ ഒരു ടൈമിൽ എന്ന് പറയുമ്പോൾ പിള്ളേർ TV കണ്ടുകൊണ്ടിരിക്കുന്ന സമയമായിരിക്കും. കുറച്ചും കൂടി എനിക്ക് റിലാക്സ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ്. പിന്നെ ഇപ്പം ഇവിടെ അലമ്പാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ രണ്ടാമത്തെ പുത്രി ദാഗതയായിട്ടുണ്ട്. ഞാൻ കാണിച്ചു എന്ത് ചെയ്യണേ? എന്ത് അവിടുന്ന് വീഴാൻ വേണ്ടിട്ടാണോ? നമ്മുടെ വേസ്റ്റ് അല്ലല്ലോ, കുട്ടികളുടെ ടോയ്സ് ഒക്കെ ഇട്ട് വെക്കണ ആ ബാസ്കറ്റിന്റെ മുകളിലാണ് ഈ കീറി നിൽക്കാൻ. അതിന്റെ ഉള്ളിലുള്ളതൊക്കെ എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ്. വെറുതെ എടുത്ത് നശിപ്പിക്കല്ലേ. അവിടെ വെച്ചേ യൂറുമ്പി മാറിപ്പൊടി ബെസ്റ്റ് സാധനം. ഇവിടെ റിട്ടേൺ ഗിഫ്റ്റ് അങ്ങനെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കൊറിയർ ചെയ്യണം. അപ്പോൾ ഇത് കൊന്തയാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. മാമുദീസയ്ക്ക് അവർക്ക് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ കസ്റ്റമറിൻ്റെ ഇഷ്ടപ്രകാരം നമ്മളുടെ ഇവിടെ ഫുള്ള് റെഡി ആക്കിയിട്ടുണ്ട്. ഞാനും പിള്ളേരും കൊറിയർ ചെയ്യാനുള്ള തിരക്കിലാണ്. എന്തെങ്കിലും പറയാനുണ്ടോ? ഇത്ര നേരം അങ്കമാട്ടും വഴക്കൊക്കെ ആയിരുന്നു. ഉറങ്ങിയാ മതി. എന്താണ് കൊള്ള റെഡിയാക്കാം. വെച്ചോ, ഓരോന്നായിട്ട് വെച്ചോ. എല്ലാം തഗ്ഗയോ ഇതില്? ഉറപ്പാണോ? സോ പാക്കിംഗ് ഇസ് ഡൺ. ഇനി നമുക്ക് അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. അഡ്രസ്സ് ഞാൻ സ്റ്റിക്കറിലല്ലേ ഇതിൻ്റെ? അപ്പോൾ നമ്മുടെ റിട്ടേൺ ഗിഫ്റ്റ് ഫുൾ സെറ്റ് ആക്കി. ഞാനും പിള്ളേരത് കൊറിയർ ചെയ്യാൻ പോയേക്കാണ്. ഞാനിവിടെ റെസ്റ്റ് എടുക്കാനാണ് വിചാരിച്ചത്, പക്ഷേ നടക്കൂല. നമ്മുടെ ഫോണിൽ സ്റ്റോറേജ് ഫുള്ളാണ്. ഇത്തെ വീഡിയോസും ഫോട്ടോസും ഒക്കെ നമുക്ക് നമ്മുടെ ലാപ്പിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ ഞാൻ ആ പരിപാടി ചെയ്യാൻ പോവാണ്. പിന്നെ അവർ വന്നിട്ടുള്ള ബാക്കിയുള്ള വിശേഷങ്ങൾ ഞാൻ വഴി കാണിക്കാം കേട്ടോ. പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും നമുക്ക് നോക്കാം. സത്യം പറഞ്ഞാൽ ദിപ്പ് എഴുന്നേക്കണം എന്ന് വിചാരിച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഞാൻ ഒന്ന് കിടന്നതാണ്. പക്ഷെ 5 മിനിറ്റേക്ക് തോന്നുന്നത് ഒരു 2 മണിക്കൂറായിട്ടുണ്ട്. വെട്ടിയരച്ച് ഞാൻ ഉറങ്ങി. വേറെ ഒന്നുമല്ല, ഇന്നലെ സിട്രസിൻ കഴിച്ചിട്ടുണ്ടായിരുന്നു അലർജി കാരണം. അപ്പോൾ അതിൻ്റെ ഒരു ഹാങ് ഓവറിലാണ് ഞാൻ ഇത്ര നേരം നടന്നുകൊണ്ടിരുന്നത്. ഇപ്പം ഞാൻ ഓൾമോസ്റ്റ് ഓക്കെ ആണ്. അപ്പം അതിൻ്റെ ഇടയിൽ ഞാനും പിള്ളേരൊക്കെ കളിക്കാൻ പോലും കുളിക്കലും ഒക്കെ നടന്നു. കാര്യമായിട്ട് ഞാൻ അതൊന്നും അറിഞ്ഞില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. കുളിക്കുന്ന സമയത്ത് ജസ്റ്റ് ഞാൻ ഇറങ്ങും, പിന്നെ വീണ്ടും കിടന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഉറക്കം കിട്ടി. ഇനിയിപ്പോൾ അതിന് പണിയുണ്ട്. കാരണം തന്നെ ചേച്ചിമാനെ പഠിപ്പിച്ചിട്ടില്ല. ചേച്ചിമാനെ പഠിപ്പിക്കണം, എനിക്ക് കുളിക്കണം. എന്നാലും തല ഒന്ന് റെഡിയായി നിൽക്കണത് ഇപ്പോഴുണ്ട്. സെട്രസിൻ കഴിച്ചാൽ എനിക്ക് 2 ദിവസത്തേക്ക് തല ഭയങ്കര ഒരു കിള്ളി പോയൊരവസ്ഥയാണ്. ചേച്ചിമോൻ കളിപ്പിലാണോ? മിണ്ടൂല? പറയടോ, മിണ്ടൂല എന്നോട്? മിടുക്കായിട്ട് പറഞ്ഞു എഴുതടാ, അല്ലെങ്കിൽ കുഞ്ഞിന് മനസ്സിലാവോ? ഇല്ലല്ലോ. അമ്മയുടെ ഫ്രണ്ട് ആരാ? പറയൂല? ഞാൻ നിന്നെ ഇടയ്ക്ക് പോവാണ് കേട്ടോ. പോട്ടെ. അപ്പം ഞാൻ പോവാം. ശരി, ടാറ്റ. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം ഏകദേശം കഴിയാറായിട്ടുണ്ട്. ഇനി തുണികൾ മടക്കി വെക്കാൻ, പിള്ളേരെ ഉറങ്ങാം. ഫുഡൊക്കെ ഇടയിൽ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ പരിപാടിയും കഴിഞ്ഞ് സ്വസ്ഥം സമാധാനം ഇപ്പോഴത്തെ ഒരവസ്ഥ. അപ്പോൾ എന്താ പറയാ,
പ്രത്യേകിച്ചൊന്നും പറയാനല്ലേ. ഇവിടെ തുറക്കട്ടെ. ബൈ ബൈ, സീ യു.